ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിലെ ഫോർത്ത് സെക്ഷൻ ആണ്. ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് പേജ് നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ പോകണം. എങ്ങനെ അയക്കണം നമ്മുടെ ഒരു പ്രൊഡക്റ്റ് പേജ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ നമ്മുടെ ഹോം പേജിൻ്റെ ഫോമാറ്റും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അന്ന് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹോം പേജിലും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ് പേജ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സെക്ഷനിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് പേജ് ആണ് സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ക്രീനിലോട്ട് പോകാം. ഇപ്പോൾ ഇത് നമ്മുടെ ഹോം പേജിലാണ് കിടക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ നമ്മുടെ ഹോം പേജിലാണ് കിടക്കുന്നത്. ഈ നാവിഗേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഡിഫോൾട്ട് പ്രൊഡക്റ്റ് കിട്ടും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വൺസ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് പേജ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് പേജ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് പേജ് ഒരു ഹോം പേജിലും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ആഡ് റൺ ചെയ്യുമ്പോൾ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയാണ് നമ്മൾ ആഡ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലെൻഡറിന് വേണ്ടി നമ്മൾ ഒരു ആഡ് റൺ ചെയ്യണ സമയത്ത് ഒരു ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കിൽ ഒരാളത് കാണുന്ന സമയത്ത് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പേജിലോട്ടായിരിക്കും അവർ ലാൻഡ് ചെയ്യിപ്പിക്കുന്നത്, അല്ലാതെ നമ്മുടെ ഹോം പേജിലോട്ട് അയക്കില്ല. അപ്പോൾ ഒരു ഹോം പേജിനേലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പ്രൊഡക്റ്റ് പേജ് മര്യാദക്ക് ഉണ്ടാക്കി വെക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് എന്തായാലും നമ്മുടെ പ്രൊഡക്റ്റ് പേജ് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ പ്രൊഡക്ട്സിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും നമ്മുടെ ബാക്ക് എൻഡിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ നമുക്ക് ഫോട്ടോസ് എങ്ങനെ സ്വൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട്. പിന്നെ ഇവിടെ പ്രൊഡക്റ്റിൻ്റെ നെയിം, പ്രൈസ്, ഏതൊക്കെ വേരിയൻസിലുണ്ട്, ഇതെല്ലാം നമ്മൾ നമ്മുടെ ബാക്ക് എൻഡിൽ ചെയ്താണ്. നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് വീഡിയോസിൽ അത് ഉണ്ടാവും. അപ്പോൾ അത് കാണാത്തവർ അത് നോക്കുക, എന്നിട്ട് അത് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് പേജിൻ്റെ ഫോമാറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തൊട്ടാണ് തുടങ്ങുന്നത്. അതായത് ഈ ടെംപ്ലേറ്റ് പ്രൊഡക്റ്റ് ഇൻഫോർമേഷൻ അവിടെ തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇൻഫോർമേഷൻ തുടങ്ങുന്നത് ഇവിടെ തൊട്ടാണ് പ്രൊഡക്റ്റ് ഇൻഫോർമേഷൻ തുടങ്ങുന്നത്. അതായത് ഇതിൻ്റെ പേര്, കാര്യങ്ങൾ, അവിടെ തൊട്ട് ഈ ഒരു ഷെയർ ബട്ടൺ വരെ പ്രൊഡക്റ്റ് ഇൻഫോർമേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കാനുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് കൊടുത്തേക്കുന്നത് മേരിഷ്യൽ സ്റ്റോറിൽ നിന്നാണ്. അത് നമുക്ക് മാറ്റിയിട്ട് അവർ ബെസ്റ്റ് സെല്ലറിന് കൊടുക്കാം. ഓക്കെ, നമുക്ക് അത് അവിടെ കാരണം നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അവർ ബെസ്റ്റ് സെല്ലർ എന്ന് പറഞ്ഞ് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാം. നമ്മുടെ സ്റ്റോറിൻ്റെ പേര് കൊടുക്കണേൽ നല്ലത് അങ്ങനെ ഒരു സംഭവം കൊടുക്കുന്നതായിരിക്കും. അത് എല്ലാ പേജിലും അത് വരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ പേര് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൈസും ടൈറ്റിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൈസ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. വേരിയൻ പിക്കേഴ്സ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ക്വാണ്ടിറ്റി എത്രയാണ് വേണ്ടതെന്നുള്ളത്. പിന്നെ ആഡ് ടു കാർട്ട്, ബൈ ഇറ്റ് നൗ. അപ്പോൾ കുറേ ആൾക്കാർ പറയും ഈ ബൈ ഇറ്റ് നൗവിൻ്റെ ആവശ്യമൊന്നുമില്ല, ആഡ് ടു കാർട്ട് മാത്രം മതി എന്നൊക്കെ പറയും. പക്ഷെ അത് ലൈക്ക് നമ്മുടെ ഇഷ്ടമാണ്, ഇത് വെക്കണോ വെക്കണ്ടേ എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡൈനാമിക് ചെക്കൗട്ട് ബട്ടൺ നമുക്ക് ഓഫ് ചെയ്തിടാം. അപ്പോൾ ഇവിടെ ആഡ് ടു കാർട്ട് മാത്രം കാണിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു ബട്ടൺ ഇവിടെ വെക്കണ സമയത്ത് അതിൻ്റെ കളറ് എപ്പോഴും എടുത്ത് കാണിക്കുന്ന ഒരു കളറായിരിക്കണം. മനസ്സിലായോ? ഒരു കസ്റ്റമറിനെ കൊണ്ട് അത് ക്ലിക്ക് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു കളറ് എടുത്ത് കാണിക്കുന്നുണ്ട്. മനസ്സിലായോ? അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളാണ് വരുന്നത്. ഓൾറെഡി നമ്മൾ നമ്മുടെ ബാക്ക് എൻഡിൽ ചെയ്തേക്കണോണ്ട് എല്ലാ ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളും ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഷെയർ ബട്ടൻ്റെ ആവശ്യം നമുക്കില്ല. അതുകൊണ്ട് നമുക്കത് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ആരും നമ്മുടെ ഇതിപ്പോൾ ഷെയർ ചെയ്യാനൊന്നും പോണില്ല, അതുകൊണ്ട് നമുക്ക് വേണ്ട. ഇനി ഇതിൽ നമുക്ക് ഒരു ബ്ലോക്കും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കണ സമയത്ത് ഈ ഒരു സെക്ഷനിൽ, ഈ ഒരു പ്രൊഡക്റ്റ് ഇൻഫോർമേഷൻ്റെ സെക്ഷനിൽ വെക്കണ സമയത്ത് നമുക്ക് ഈ ഒരു കുരിശ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ബ്ലോക്സ് ആഡ് ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് കൊളാപ്സിബിൾ റോ എന്ന് പറയണ ആ ഒരു ബ്ലോക്ക് നമുക്ക് ആഡ് ചെയ്യാം. അത് 3 ആഡ് ചെയ്യണം കേട്ടോ, ഒരെണ്ണമല്ല 3 ആഡ് ചെയ്യണം. നമുക്ക് ഒരെണ്ണം കൂടി എടുക്കാം, ഒരു പ്രാവശ്യം കൂടി ആഡ് ചെയ്യാം. അതുപോലെ തന്നെ എഗെയിൻ നമുക്ക് ഒരു പ്രാവശ്യം കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കൊളാപ്സിബിൾ റോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ
കുറച്ചും കൂടി എക്സ്ട്രാ ഇൻഫോർമേഷൻസ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി കൊടുക്കാൻ വേണ്ടിയാണ്, നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് അതിങ്ങനെ തുറന്നു നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ കൊളാപ്സിബിൾ റോയിൽ നമ്മൾ എന്താണ് ഇടാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ക്വാളിറ്റി അഷുറൻസ് നമുക്ക് അവിടെ ഇടാം. ആദ്യത്തെ കൊളാപ്സിബിൾ റോയിൽ നമുക്ക് ക്വാളിറ്റി അഷുറൻസ് ഇടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ അപ്പം ഇത് ക്വാളിറ്റി അഷുറൻസ് ഒരു ടിക്ക് മാർക്ക് തന്നെ നമുക്ക് ഇടാം. ഐക്കൺ നമുക്കൊരു ടിക്ക് മാർക്ക് തന്നെ ഇടാം. ഇനി നമുക്ക് അടുത്തയിലോട്ട് പോവാം. അടുത്തയിൽ നമുക്ക് ഇതിൻ്റെ ഷിപ്പിംഗ് പോളിസിയുടെ കാര്യങ്ങൾ നമുക്ക് അവിടെ കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്കും ഇത് ഈ ഒരു ഞാൻ എഴുതിയേക്കുന്ന സംഭവങ്ങൾ തന്നെ നോക്കി അതുപോലെ തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അടുത്തയിലോട്ട് പോവാം. അതിന് മുമ്പ് ഈ ഒരു ഷിപ്പിങ്ങിൻ്റെ ഐക്കൺ നമുക്ക് മാറ്റാം. ചെക്ക് മാർക്ക് ഇടണ്ട, അതിന് പകരം നമുക്കൊരു ട്രക്ക് സൈൻ പോലത്തെ എന്തെങ്കിലും ഇടാം. ഓക്കെ ഓക്കെ, ഇനി അടുത്തയിലോട്ട് പോവാം. ഇവിടെ നമുക്ക് മണി ബാക്ക് ഗ്യാരണ്ടി. ഈ മണി ബാക്ക് ഗ്യാരണ്ടി കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സിന് അതിനെപ്പറ്റി വായിച്ചില്ലെങ്കിലും മണി ബാക്ക് ഗ്യാരണ്ടി എന്ന് കാണുമ്പോൾ തന്നെ അവർക്കൊരു ട്രസ്റ്റ് വരും. ഓ, നമ്മുടെ സാധനം നമുക്ക് പോയാലും നമുക്ക് പൈസ തിരിച്ച് കിട്ടും എന്നുള്ളൊരു ട്രസ്റ്റ് വരും. ഓക്കെ, അപ്പം നമുക്കവിടെ മണി ബാക്ക് ഗ്യാരണ്ടി ഇടാം. എന്നിട്ട് നമുക്ക് ഓക്കെ, ഇവിടെ നമുക്കൊരു എന്തയക്കണം കേട്ടോ. ഓക്കെ, ഒരു റിട്ടേൺ അയക്കണം കേട്ടോ. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ മിക്ക വെബ്സൈറ്റ്സിലും കാണുന്നതാണ്. ഒരു നല്ല ഗുഡ് വെബ്സൈറ്റ്സ് ആണെങ്കിൽ അതിലും മിക്കപ്പോഴും ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യണ സമയത്ത് അതിൻ്റെ താഴത്തുള്ള സാധനങ്ങൾ വരും. ഇത് മുകളിലോട്ടാക്കാം, താഴത്തോട്ടാക്കാം. കുറേ സ്പേസ് ഒന്നും ഇവിടെ എടുക്കണില്ല. അതാണ് ഇതിലത്തെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. നമുക്ക് എന്തായാലും ഇപ്പം ഇത്രയും ചെയ്ത് അപ്പം അതൊന്ന് സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഇൻഫോർമേഷനിൽ നമ്മളിപ്പോൾ എന്തൊക്കെ ആഡ് ചെയ്തു? നമ്മൾ അതിൻ്റെ പേര് ഓൾറെഡി ഉണ്ട്, പൈസ, കാര്യങ്ങൾ, പിന്നെ ഈ ഒരു ബട്ടൺ, പിന്നെ നമ്മൾ താഴത്തോട്ട് പോയിട്ട് നമ്മൾ ഈ ഒരു കൊളാപ്സിബിൾ റോസും ആഡ് ചെയ്തു. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഈ പ്രൊഡക്റ്റ് ഇൻഫോർമേഷനിൽ അത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ ആക്കി. ഇനി നമുക്ക് ഈ ഒരു റിലേറ്റബിൾ പ്രൊഡക്റ്റിലെ ഈ ഒരു സംഭവം നമുക്ക് വേണ്ട. അതുകൊണ്ട് നമുക്കത് ഹൈഡ് ചെയ്തിടാം. ഡിലീറ്റ് ചെയ്യണ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്കത് ഹൈഡ് ചെയ്തിടാം. ഓക്കെ, നമുക്കതിൻ്റെ ആവശ്യമില്ല സത്യത്തിൽ അവിടെ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇനി 2 സെഷൻസും കൂടി ആഡ് ചെയ്യാം. അതായത് നമുക്കൊരു മൾട്ടി കോളം സെഷൻ ഒരെണ്ണം, അതുപോലെ തന്നെ ഒരു മൾട്ടി കോളം സെഷനും കൂടി നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എന്തിനാണ് ഈ 2 മൾട്ടി കോളം സെഷൻ ആഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ടെസ്റ്റിമോണിയൽസ് ആഡ് ചെയ്യാനും, അതായത് ഈ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ടെസ്റ്റിമോണിയൽസ് ആഡ് ചെയ്യാനും, മറ്റേ മൾട്ടി കോളം നമുക്ക് നേരത്തെ ഹോം പേജിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് ഷിപ്പിങ്ങിൻ്റെ കാര്യങ്ങളും എല്ലാം ഒന്ന് ആഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ 2 മൾട്ടി കോളംസ് ആഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് മൾട്ടി കോളത്തിൽ ചെല്ലാം. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇവിടെ ടെസ്റ്റിമോണിയൽസ് ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ കുറച്ച് ടെസ്റ്റിമോണിയൽസ് ആഡ് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പം നമ്മൾ നമ്മുടെ ടെസ്റ്റിമോണിയൽസ് ആഡ് ചെയ്തു. അപ്പം ഞാൻ ഈ ടെസ്റ്റിമോണിയൽസ് എന്നുള്ളൊരു ആ ഒരു പേര് മാറ്റിയിട്ട് നമ്മൾ ഇവിടെ ഓവർ 5000+ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് എന്ന് എഴുതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ കുറച്ച് ടെസ്റ്റിമോണിയൽസ് ആഡ് ചെയ്ത്. അപ്പം നമ്മൾ ഇവിടെ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ
ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയണ കാര്യം നമ്മൾ വലുതാക്കി എഴുതിയിട്ട് ആളുടെ പേര് നമ്മൾ ചെറുതാക്കി എഴുതി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റി അവർ പറയണത് നമ്മുടെ ലൈക്ക് വേറെ ആൾക്കാർ പറയണത് നമ്മുടെ കസ്റ്റമേഴ്സ് കാണണം. അതാണ് നമുക്ക് വേണ്ടത്. മറ്റേ ഹോം പേജിൽ നമ്മൾ വെറുതെ ഒരു ഷോ ഓഫിന് വേണ്ടി ചെയ്തതാണ്. അപ്പം അത് ആൾക്കാരുടെ പേര് ഫ്രണ്ടിൽ നിന്നാൽ മതി. അപ്പോൾ ഇതെന്തിനാ എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെഡിങ്ങിൽ കൊണ്ടുപോയിട്ട് അവരുടെ ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയുള്ള കാര്യം ടൈപ്പ് ചെയ്യുക. എന്നിട്ട് അവരുടെ പേര് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ അത് ചെറുതായിട്ട് വരും, മറ്റേത് വലുതായിട്ട് കാണിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തതിൽ നമ്മൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ആണ് മറ്റേത് ഹോം പേജ് പോലെ തന്നെ ചെയ്യേണ്ടത്. അതും കൂടി ഞാൻ ആഡ് ചെയ്തിട്ട് ഇപ്പോൾ വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു മൾട്ടി കോളം കൂടി ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഹെഡിങ് നമ്മളെടുത്ത് കളഞ്ഞു. എന്നിട്ട് നമ്മൾ ഈ ഇമേജസ് നേരത്തെ നമ്മൾ സർവീസസ് ഹോം പേജിൽ ആഡ് ചെയ്ത പോലെ തന്നെ ഇതിലും ആഡ് ചെയ്തു. അത് ഇത്തിരി ചെറുതാക്കി. പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുതാക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു മൾട്ടി കോളത്തിൻ്റെ ഈ ഒരു സെക്ഷനിൽ വന്ന് ക്ലിക്ക് ചെയ്യണ സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ വിഡ്ത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അത് ഹെഡിങ് സൈസ് മീഡിയം ആയിക്കണം. ഈ വിഡ്ത്ത് കൊടുത്തേക്കണ സ്ഥലത്ത് നമ്മൾ ഇത് കിടക്കുന്നത് ഫുൾ വിഡ്ത്ത് ഓഫ് ദ കോളം എന്നായിക്കുള്ളൂ. ഇങ്ങനെ ആയിരിക്കും കിടക്കുന്നത്. അത് നമ്മൾ മാറ്റിയത് 1/3 ആക്കണം. പിന്നെ നമ്മൾ ഇത് സെൻട്രൽ അലൈൻ ചെയ്യണം. ലെഫ്റ്റിലായിരിക്കും കിടക്കുന്നത്, സെൻട്രൽ അലൈൻ ചെയ്യണം. പിന്നെ ഇത് കോളംസ് നമ്മൾ 4 ആക്കണം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് പേജ് ഒരുവിധം റെഡിയായി. പിന്നെ നമുക്ക് ഈ ഒരു മൾട്ടിക്കോളത്തിൽ ഈ ഒരു ബട്ടൺ നമുക്ക് ഇവിടെ നിന്ന് കളയാം. നമുക്ക് ഈ ഒരു ബട്ടൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഈ ഒരു ബട്ടൻ്റെ ആവശ്യം നമുക്കിവിടെ ഇല്ല. അതുകൊണ്ട് നമ്മൾ ആ ബട്ടൺ കളയാം. ബാക്കി നമ്മളെല്ലാ കാര്യങ്ങളും ഇപ്പം ചെയ്തു. താഴത്തെ എല്ലാം ഓൾറെഡി നമ്മൾ ഹോം പേജിൽ ചെയ്തുകൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, എന്നിട്ട് നമ്മൾ സേവ് ബട്ടൺ അടിക്കുക. വൺ സേവ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് പേജ് റെഡി ആയിട്ടുണ്ട്. റെഡിയായെന്ന് പറഞ്ഞാൽ ഇനി ഇതിൽ കുറച്ച് ആപ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അതൊക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട, നമ്മളൊരു പ്രൊഡക്റ്റ് പേജ് ചെയ്യണ സമയത്ത് നമ്മൾ ഓർത്ത് വെക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് എടുത്തു നോക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഇൻഫോർമേഷൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ ആഡ് ചെയ്തു. ഈ ഒരു ഇങ്ങനെ നമ്മൾ ഹെഡിങ് ലൈക്ക് ഹെഡിങ്ങും പിന്നെ ഡിസ്ക്രിപ്ഷൻ ആ ഒരു ഇങ്ങനെ നമ്മൾ ബാക്ക് എൻഡിൽ ചെയ്ത ആ ഒരു രസത്തിലായിക്കോളും നമ്മുടെ വെബ്സൈറ്റിൽ വന്ന് കിടക്കുന്നത്. ആ ഒരു ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഇവിടെ കൊളാപ്സിബിൾ റോൾസും കാര്യങ്ങളും ആഡ് ചെയ്തു, ടെസ്റ്റിമോണിയൽസ് ആഡ് ചെയ്തു, അതുപോലെ തന്നെ നമ്മൾ ഓഫർ ചെയ്യുന്ന സർവീസസും ആഡ് ചെയ്തു. അവസാനം ലാസ്റ്റ് നമ്മുടെ ഫൂട്ടർ ഭാഗവുമായി. ഓക്കെ, അപ്പം നമ്മുടെ പ്രൊഡക്റ്റ് പേജ് സെറ്റായി. അപ്പോൾ ചിലവർ പറയും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പേജ് വേണം, ലൈക്ക് ഭയങ്കരമായിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് ആവണം, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിഫൈ തന്നെ അവർ തന്നെ നമുക്ക് തരണ തീം വളരെ എഫിഷ്യൻറ്റും വളരെ ഫാസ്റ്റും കൺവീനിയൻറ്റും ഒപ്റ്റിമൈസ്ഡും ആയിട്ടുള്ള തീമാണ് നമുക്ക് അവർ തരുന്നത്. അപ്പോൾ അത് തന്നെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റിയാലും മതി. അല്ല നമ്മളിപ്പോൾ വേറൊരു സംഭവം ഭയങ്കര സംഭവമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഡെസ്ക്ടോപ്പ് വ്യൂ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഡെസ്ക്ടോപ്പ് വ്യൂ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. കണ്ടോ, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇത്രേ ഉള്ളൂ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് പേജ് ഒരുവിധം റെഡിയായി. ഒരുവിധം എന്നല്ല, റെഡിയായി. ഇനി അതിലെ വേറെ കുറച്ച് കാര്യങ്ങളായിരിക്കും വരുന്നത്. അത് ഞാൻ പറഞ്ഞ പോലെ അടുത്ത സെഷൻസിൽ നമുക്ക് അത് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ സെക്ഷൻ അത്ര ഉണ്ടായിരുന്നുള്ളൂ. വളരെ സിമ്പിൾ സെക്ഷൻ ആയിരുന്നു. എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് പേജ് സെറ്റപ്പ് ചെയ്യണ്ടേ എന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പിഫൈ തന്നെ അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഹാർഡ് വർക്ക് കാര്യങ്ങൾ ഷോപ്പിഫൈ തന്നെ ചെയ്യേണ്ടത്. നമുക്ക് ചെറിയ ചെറിയ കസ്റ്റമൈസേഷൻസ് മാത്രമേ ചെയ്യാനുള്ളൂ. പിന്നെ എപ്പോഴും ഷോപ്പിഫൈ തരുന്ന തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഫാസ്റ്റ് ലോഡിങ് ആയിട്ടുള്ള തീംസാണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ അത് തന്നെ യൂസ് ചെയ്ത് തന്നെ
വളരെ ഈസിയാണ് കാര്യങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞില്ല, പകുതി മുക്കാൽ കാര്യങ്ങളും ഷോപ്പിഫൈ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ചെറിയൊരു കസ്റ്റമൈസേഷൻ മാത്രമേ ആവശ്യമുള്ളൂ. ഇപ്പം നമ്മളോട് ആൾക്കാരും അറിയും എന്താണ് വലിയ വലിയ സംഭവം വെബ്സൈറ്റിൽ കയറ്റണം, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറയും. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവരെന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ നല്ലൊരു സംഭവമാണ്. അപ്പോൾ ഇന്നത്തെ സെഷൻ മനസ്സിലായി വിചാരിക്കണു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ വന്നിട്ട് ചോദിച്ചാൽ മതി, നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഗ്രൂപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ എല്ലാ പ്രാവശ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി എന്തെങ്കിലും പ്രൊഫഷണൽ രീതിക്ക് ഹെൽപ്പ് വേണമെങ്കിൽ, അതായത് നമ്മുടെ ടീം നിങ്ങൾക്ക് വേണ്ടി ഒരു ഷോപ്പിഫൈ സ്റ്റോർ സെറ്റ് ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. അതൊരു പെയ്ഡ് സർവീസാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, അതൊരു പെയ്ഡ് സർവീസാണ്. എന്തെങ്കിലും അങ്ങനത്തെ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ മതി, നമ്മൾ ചെയ്തു തരുന്നതായിക്കോളൂ. ഫസ്റ്റ് കൺസൾട്ടേഷൻസും കാര്യങ്ങളും ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടേ നമ്മൾ മുന്നോട്ട് പോവുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം. അതുവരെ ബൈ ഗൈസ്, ആൻഡ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ.